നമസ്കാരം. ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹവും ഒരു നിശ്ചിത കാലയളവിന് ശേഷം രാശി മാറുന്നതാകുന്നു. ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം മൂലം മറ്റേത് ഗ്രഹമായാലും ചേർന്ന് പലതരത്തിലുള്ള ശുഭ അശുഭകരമായ യോഗങ്ങളും രൂപാന്തരപ്പെടുന്നതാകുന്നു. ഫെബ്രുവരി മാസത്തിൽ പല ഗ്രഹങ്ങളുടെയും സ്ഥാനങ്ങളിൽ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏവരും അറിയേണ്ടത്. ചൊവ്വയുടെയും ശുക്രന്റെയും സംയോജനമാണ് രൂപാന്തരപ്പെടുന്നത്. അതിനാൽ തന്നെ ശുക്ര ചൊവ്വ സംയോഗം മൂലം ധനശക്തി യോഗമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുമൂലം ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമായും ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ഈ രാശിക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെയും ചൊവ്വയുടെയും കൂടിച്ചേരൽ 10ാം ഭാവത്തിൽ നടക്കുന്നതാകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ രാശിക്കാർക്ക് പ്രശസ്തി, അംഗീകാരം എന്നിവയ്ക്കൊപ്പം വളരെയധികം ബഹുമാനവും ഈ സമയം ലഭിക്കുന്നതാകുന്നു. നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പുരോഗതി ലഭിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. ഈ സമയം പുതിയ സാമ്പത്തികപരമായ മാർഗങ്ങൾ, വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുന്നതാണ്. ഈ രാശിക്കാർക്ക് ഈ സമയം ഏറ്റവും ശുഭകരമായ ആശയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും. ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്ന് ഭവിക്കുന്ന ഒരു സമയമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിയിൽ 9ാം ഭാവത്തിൽ ധനശക്തി യോഗം രൂപാന്തരപ്പെടുന്നതാകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇടവം രാശിക്കാർക്ക് ഈ സമയം നേട്ടങ്ങൾ ലഭിക്കാനുള്ള പൂർണ്ണ സാധ്യതകൾ തന്നെയുണ്ട്. ആത്മീയതയോടുള്ള നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ബിസിനസ് വിപുലീകരിക്കുവാനുള്ള അവസരങ്ങൾ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഉയർച്ച നേടുവാൻ സാധിക്കും. വിദേശ യാത്രകൾ പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് ഇത്. സാമ്പത്തികപരമായ സ്ഥിതിയും മികച്ചതായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമാണ് എന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ അഥവാ ബന്ധങ്ങൾ കൂടുതൽ ശക്തിയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന അവസരങ്ങളും സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ കന്നി രാശിക്കാർക്ക് ധനശക്തി യോഗം ഇവരുടെ ജീവിതത്തിൽ സന്തോഷം പകർന്നു നൽകും എന്ന കാര്യം തീർച്ച തന്നെയാണ്. കൂടാതെ ആത്മീയപരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം വരികയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്നതാകുന്നു. ഈ രാശിയിൽ ധനശക്തി യോഗം 5ാം ഭാവത്തിലാണ് രൂപാന്തരപ്പെടുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവർക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. ശുക്രന്റെ സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക. സാമ്പത്തിക സ്ഥിതി ശക്തമാക്കുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ജോലികൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭാഗ്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളായി മാറും. നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ, വാർത്തകൾ വന്ന് ചേരുന്നതാകുന്നു.
ഈ സമയം നിങ്ങളുടെ ആരോഗ്യം ഏറ്റവും മികച്ചതായി തീരും. ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ഇത്തരത്തിൽ ധനശക്തി യോഗം രൂപാന്തരപ്പെടുകയാണ് എങ്കിൽ അവർക്ക് പ്രധാനമായും വന്നു ചേരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ പരാമർശമുണ്ട്. അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്ന രാശിക്കാർക്ക് തീർച്ചയായും ഇത്തരത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. പ്രധാനമായും ജ്യോതിഷപ്രകാരം പറയുന്നത് ജാതകത്തിൽ ധനശക്തി യോഗമുള്ള വ്യക്തിക്ക് നിർദോഷമായ ബിസിനസ് അഭിരുചി ഉണ്ടായിരിക്കും എന്നത് തന്നെയാകുന്നു. അവർക്ക് അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി നേട്ടങ്ങൾ വന്നു ചേരും. ബിസിനസ് വിപുലീകരിക്കുവാൻ പോലും സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. കൂടാതെ ആ വ്യക്തികൾക്ക് വിദ്യാഭ്യാസപരമായി മുന്നേറ്റം നടത്തുവാനും ഉയർന്ന വിദ്യ തന്നെ നേടുവാനും വിദ്യയിൽ ഉയർച്ച നേടുന്നതിനോടൊപ്പം മത്സര പരീക്ഷകളിൽ പോലും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. കൂടാതെ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുന്നതാകുന്നു. ഒന്നിലധികം വരുമാന സ്രോതസ്സുകളിൽ നിന്ന് പോലും ഇവർക്ക് ധനം വന്നു ചേരും എന്ന കാര്യവും ഇത്തരത്തിൽ ജ്യോതിഷത്തിൽ പരാമർശിച്ചിട്ടുള്ളതാകുന്നു. കൂടാതെ ഇവരുടെ പ്രൊഫഷണൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കൂടാതെ ഇവർക്ക് ഏതൊരു കാര്യമാണ് എങ്കിൽ പോലും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും ഇത്തരം സൗഭാഗ്യങ്ങളാണ് ഇവരെ തേടിയെത്തുക എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.